തൃശൂർ ആസ്ഥാനമായി കഴിഞ്ഞ 15 വർഷമായി പ്രവർത്തിച്ചുവരുന്ന പ്രമുഖ ഐസ്ക്രീം ഉൽപാദന വിതരണ സ്ഥാപനമായ ഫ്രഞ്ച് ഡയറി ഐസ്ക്രീമിന്റെ പുതിയ പ്രൊഡക്ഷൻ യൂണിറ്റ് പൊന്നൂക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചു. പൊന്നൂക്കര ഭരത റോഡിൽ പൂർണ്ണമായും ഓട്ടോമാറ്റിക് സംവിധാനത്തോടെ പ്രവർത്തനം ആരംഭിച്ച ഫ്രഞ്ച് ഡയറി ഐസ്ക്രീംസിന്റെ രണ്ടാമത്തെ പുതിയ ഫാക്ടറിയുടെ ഉദ്ഘാടനം റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ നിർവഹിച്ചു. ഉദ്ഘാടനങ്ങൾ പലവിധമുണ്ട്. ചിലത് പ്രസംഗിച്ച് മാത്രം ഉദ്ഘാടനം ചെയ്യേണ്ടതുണ്ട്, ചിലത് പ്രസംഗവും തിരികൊളുത്തലും കൂടി ചെയ്യേണ്ടതുണ്ട്. ഇത് യഥാർത്ഥത്തിൽ നാണം മുറിച്ചാലൊരു ഉദ്ഘാടനമായി. ഫ്രഞ്ച് ഡയറീസ് നമ്മുടെ സമൂഹത്തിനകത്ത് നേരത്തെ വളരെ വിശദമായി സജി സൂചിപ്പിച്ചതുപോലെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഇന്നോവേറ്റീവ് ഐഡിയകളിലൂടെ പുതിയ സ്വാദും പുതിയ മായമില്ലാത്ത മൂല്യങ്ങളുള്ള ഐസ്ക്രീമും നമ്മുടെ പൊതുസമൂഹത്തിനകത്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. ഒരു ചെറിയ കാലം കൊണ്ട് ഒരു ഐസ്ക്രീം വിപണന രംഗത്തിന് ഇത്രമേൽ ശ്രദ്ധയോടെ മുന്നേറാൻ കഴിഞ്ഞിട്ടുള്ളതിൻ്റെ പിന്നിലുണ്ടായിട്ടുള്ള വികാരം സജിയുടെ സൂചിപ്പിച്ചു. സജിയും ജോളിയും കരുതി വെച്ചിട്ടുള്ള കാക്കി ഷർട്ട് എന്തായാലും ഇനിയും എടുത്ത് കത്തിക്കണ്ട. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥ ഉണ്ടാവുക എന്നുള്ളതാണ് ഇതിനൊക്കെ നേതൃത്വം നൽകുമ്പോൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കെ രാമചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. സ്വാഗത പ്രസംഗത്തിൽ ഈ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് അവർ മുന്നോട്ട് വന്ന വഴികളെ സംബന്ധിച്ചും ഇപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യത്തെ സംബന്ധിച്ചൊക്കെ വളരെ വിശദമായി ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു. അതിൽ നിന്നാണ് കൂടുതൽ കാര്യങ്ങൾ എനിക്കൊക്കെ ഇവിടെ വന്നതിന് ശേഷം മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഞാനിപ്പോൾ ഇവിടെ ഒരു സജി ജോർജ് അദ്ദേഹം പറഞ്ഞപ്പോൾ വാടക കെട്ടിടത്തിൽ മാറി പിന്നെ ഒരു കെട്ടിടത്തിലേക്ക് വന്നു. ഞാൻ നോക്കുമ്പോൾ മൊത്തം മൂന്നാമതൊരു സ്ഥാപനം, അത് പുതിയ ഒരു പിന്നെ ഉൽപ്പന്നത്തിൻ്റെ ലോഞ്ചിങ് അടക്കം ഉള്ള കാര്യങ്ങളിലേക്ക് വരുന്നു. ഞാനതിൻ്റെ പേരിങ്ങനെ കുറേ നേരമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ വഴിയിൽ തൃക്കൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് മുഖ്യാതിഥിയായിരുന്നു. ഞാൻ സജി ജോർജ് ഇവിടെ പറഞ്ഞപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് സ്ട്രെസ് ചെയ്ത ഒന്ന് രണ്ട് കാര്യങ്ങളാണ്. അദ്ദേഹം സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ആ കാവി ഷർട്ടിൻ്റെ കാര്യം. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട എന്തെങ്കിലും ഒരു വസ്തു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ ആത്മാർത്ഥത കാണിച്ച സംഭവങ്ങളുണ്ടായിട്ടുണ്ടാവും. അതിലൂടെയായിരിക്കാം നമ്മൾ 10 മടങ്ങ് മുന്നോട്ടുള്ള പ്രയാണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം വന്ന വഴി മറക്കരുത് നമ്മളോട് കാരണന്മാർ പറയാറുണ്ട്. ഫ്രഞ്ച് ഡയറി ഐസ്ക്രീംസിന്റെ ഏറ്റവും പുതിയ പ്രൊഡക്റ്റായ ഈജിപ്ഷ്യൻ കുനാഫ് ഐസ്ക്രീമിന്റെ ലോഞ്ചിങ് മന്ത്രിയും MLAയും പഞ്ചായത്ത് പ്രസിഡന്റും ഫ്രഞ്ച് ഡയറി ഐസ്ക്രീംസ് സാരഥികളും ചേർന്ന് നിർവഹിച്ചു. ഫ്രഞ്ച് ഡയറി ഐസ്ക്രീംസ് മാനേജിംഗ് പാർട്ണർ സജി ജോർജ്, ഡയറക്ടർമാരായ PA ജോൺസൺ, VA ജോളി, പഞ്ചായത്ത് അംഗം മോഹനൻ തുഴൂക്കാട്ട, ലിൻഡോ തോമസ്, വ്യാപാരി വ്യവസായി തൃക്കൂർ പൊന്നൂക്കര യൂണിറ്റ് പ്രസിഡന്റ് KV ചന്ദ്രഹാസൻ, ഡിസ്ട്രിബ്യൂട്ടർ പ്രതിനിധി ജെറി കെ ജോസ് തെക്കേൽ എന്നിവർ സംസാരിച്ചു. അവസരത്തില് ഞങ്ങൾക്ക് പറയാനുള്ള എങ്ങനെയാണ് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങളെ നയിച്ച അല്ലെങ്കിൽ ഞങ്ങൾക്ക് മാർഗമായിട്ടുണ്ടായിരുന്ന ചില വഴിവിളക്കുകളുണ്ടായിരുന്നു, ചില ആറ്റിറ്റ്യൂഡുകൾ ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളായിരുന്നു ഹാർഡ് വർക്ക് ചെയ്യുക, മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യുക. എനിക്കറിയാം, ഞങ്ങൾ തുടങ്ങുന്ന സമയത്ത് ആകെപ്പാടെ 4 സ്റ്റാഫ് ഉണ്ടായിരുന്നുള്ളൂ. വണ്ടി ഓടിക്കുന്നതും ഫാക്ടറിയിലെ വർക്ക് ചെയ്യുന്നതും ഡെലിവറി ചെയ്യുന്നതും ഒക്കെ ഞങ്ങൾ തന്നെയായിരുന്നു. ജോളിക്കും എനിക്കും പ്രത്യേകിച്ച് ഫീൽ ചെയ്യുന്നത് ഞങ്ങളിപ്പോഴും ഞാനും ജോളിയും ഇപ്പോഴും ഞങ്ങളുടെ അലമാരിയിൽ ഒരു കാക്കി ഷർട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഈ നാട്ടില് ഈ ഫ്രഞ്ച് ഡയറി എന്ന് പറഞ്ഞ സ്ഥാപനം രണ്ടാമത്തെ ഒരു ഇത് തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം, അതേപോലെ തന്നെ ഈ ഫ്രഞ്ച് ഡയറി സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു ദിവസമായിട്ട് തന്നെയാണ് നമ്മളെല്ലാവരും കാണുന്നത്. ഒരു സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കാൻ എങ്ങനെയാണെന്ന് നമുക്ക് പരിശീലിക്കണം. എന്തായാലും ഇത്തരം സ്റ്റേജിൽ ഒന്ന് പ്രസംഗിക്കാനും നമ്മുടെ സജ്ജേട്ടനെ പോലെയുള്ള ആൾക്കാരെ അഭിനന്ദിക്കാനും കഴിഞ്ഞതിൽ ഏറ്റവും സന്തോഷം. നമ്മളുടെ പ്രവർത്തനങ്ങൾ ഏത് ഇതാണെങ്കിലും നേരത്തെ സജ്ജേട്ടൻ പറഞ്ഞ മാതിരി വളരെ ഉയർച്ചയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ഫ്രഞ്ച് ഡയറി ഐസ്ക്രീം എന്ന് പറയുമ്പോൾ കുട്ടികൾക്കൊക്കെ ഹരമായിട്ടുള്ള ഒരു ഐസ്ക്രീമായി മാറിയിട്ടുണ്ട്. അത് നിങ്ങൾ ഇപ്പോൾ കഴിച്ച് ഗുണനിലവാരം അവർ ഉറപ്പുവരുത്തിക്കൊണ്ടാണ് ഇപ്പോൾ വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് അവരുടെ ഈ ഫുഡ് ഉണ്ടാക്കുന്ന സ്ഥലം സന്ദർശിക്കുകയുണ്ടായി. എല്ലാം ഒറിജിനലായിട്ട് ചെയ്യുന്ന ഒരു ഐസ്ക്രീമാണ്.
അപ്പോൾ അതിൽ വളരെ അഭിമാനമുണ്ട് നമ്മുടെ ഈ തൃക്കൂർ പൊന്നൂക്കര. പ്രാഞ്ചേട്ടനിലെ മമ്മൂട്ടിയുടെ അവസ്ഥയാണ് ഞാൻ ഇപ്പോൾ കടന്നു പോയേണ്ടിയിരുന്നത്. ഒന്ന് താഴ്ത്തി വെച്ചാൽ കേൾക്കാം പടപടപടാണ്. എന്തായാലും വളരെ സന്തോഷം ഇവരുടെ കൂടെ വേദി പങ്കിടാനും ഇങ്ങനൊരു എന്താ പറയുക ഇങ്ങനൊരു ചടങ്ങിൽ ആശംസ അറിയിക്കാനുള്ളൊരവസരം കിട്ടിയതിൽ ഒരു 2 വാക്ക് പറയാമെന്നുണ്ടെങ്കിൽ ഞാൻ ഉദ്ഘാടകൻ പറയുകയുണ്ടായി. സ്വപ്നം കാണുന്ന ആളുകളായിരുന്നു ഞങ്ങൾ. സ്വപ്നം കണ്ടിട്ട് തന്നെയാണ് ഈ പ്രസ്ഥാനം ഇവിടെ ഉണ്ടായിരുന്നത്. ഈ സജിയെ എനിക്ക് ഏകദേശം ഒരു 5 വയസ്സ് മുതൽ എനിക്കറിയാം. അന്നും സ്വപ്നം കാണുന്ന ആൾ തന്നെയായിരുന്നു സജി. തിരക്കുണ്ടായിട്ടും നമ്മളുടെ ഒരു കാര്യം പറഞ്ഞപ്പോൾ ബാക്കിയെല്ലാം മാറ്റി വെച്ച് അദ്ദേഹം അവിടെ ഓടിയെത്തി. അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ അദ്ദേഹത്തിന് നന്ദി പറയുന്നു. പിന്നെ നമ്മുടെ MLA അദ്ദേഹത്തിൻ്റെ ഈ നിയോജക മണ്ഡലത്തിൽ ഇത്രയും വലിയൊരു പ്രസ്ഥാനം സ്റ്റാർട്ട് ചെയ്തപ്പോൾ അതുമുള്ള സന്തോഷത്തോടുകൂടി ഈ ഒരു സംരംഭത്തിന് സമയത്തിന് എത്തിച്ചേരാമെന്ന് ഉറപ്പ് നൽകുകയും വരികയും ചെയ്തു. അദ്ദേഹത്തിനോട് നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഫ്രഞ്ച് ഡയറി ഐസ്ക്രീംസിന്റെ സ്പെഷ്യൽ പ്രൊഡക്റ്റുകളാണ് ഇറ്റാലിയൻ ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മിക്കുന്ന യോഗർട്ട് ഐസ്ക്രീം പിസ്ത, പുതുതായി വിപണിയിലിറക്കിയ ഈജിപ്ഷ്യൻ കുനാഫ് ഐസ്ക്രീം തുടങ്ങിയവ. കേരളത്തിന് പുറമെ തമിഴ്നാട്, കർണാടക എന്നിവിടങ്ങളിലും ഫ്രഞ്ച് ഡയറി ഐസ്ക്രീംസിന് വൻ വിപണന ശൃംഖലകളാണ് ഉള്ളത്. കൂടാതെ ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിൽ നടക്കുന്ന ആഘോഷവേളകളിലും ഏറ്റവും അത്യാധുനിക സാങ്കേതിക മികവോടെ നിർമ്മിക്കുന്ന ഫ്രഞ്ച് ഡയറി ഐസ്ക്രീംസിന്റെ സജീവ സാന്നിധ്യമുണ്ട്. ഫ്രഷ് ഡയറി പ്രൊഡക്ട്സിനായി സമീപിക്കുക ഫ്രഞ്ച് ഡയറി ഐസ്ക്രീംസ്. ഫോൺ 9496 193530 9495 073635.